സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ അഭിഷേകത്തിലേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. സ്വർഗം നമ്മുടെ ഭവനത്തിൻ്റെ മേൽ തുറക്കപ്പെടാൻ പോകുന്ന നിമിഷമാണ്. നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ നാം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഒരിടത്ത് ഒരു സന്യാസ ആശ്രമം ഉണ്ടായിരുന്നു. ധാരാളം പേര് ഉപദേശങ്ങൾ കേൾക്കാനായിട്ട് അവിടെ വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ആശ്രമ അധിപന് എന്തോ ഒരു രോഗം പിടിപെട്ടു. വൈദ്യര് വന്ന് ആശ്രമാധിപനെ കണ്ടു. എന്നിട്ട് ഇങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തു: നല്ല പശുവിൻ പാലിൽ കുറച്ച് മരുന്ന് ഉപയോഗിക്കുക. ആശ്രമാധിപന് പാല് കൊടുക്കുവാൻ ആ ഗ്രാമത്തിലെ വിവിധ വീടുകളിൽ നിന്ന് പല ദിവസങ്ങളിൽ പാല് കൊണ്ടുവന്നിരുന്നു. ഒരു ദിവസം ഒരു സന്യാസി പറഞ്ഞു, നമ്മൾ എന്തിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്കൊരു പശുവിനെ വാങ്ങി വളർത്തിയാലോ? അപ്പം സന്യാസിമാരത് ശരിവെച്ചു. അങ്ങനെ അവരൊരു പശുവിനെ വാങ്ങിച്ചു. പശുവിനായിട്ട് ഒരു ആല പണിതു. അങ്ങനെ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പശുവിൻ പാല് അവിടെ തന്നെ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു സന്യാസി പറഞ്ഞു, നോക്ക്, ഒരു പശുവിനെ വളർത്തുന്ന ചെലവല്ലേ ഉള്ളൂ. നമ്മളേതായാലും പശുവിന് വേണ്ടി ആലയുണ്ടാക്കി, പശുവിനെ നോക്കാനായി ഒരാളെ നിയമിച്ചു. എന്തുകൊണ്ട് നമുക്ക് 1-2 പശുക്കളെ അധികം വാങ്ങിച്ചുകൂടാ? ഒരേ ചെലവല്ലേ വരികയുള്ളൂ. അങ്ങനെ അവർ 1-2 പശുക്കളെ അധികം വാങ്ങിച്ചു. അപ്പോൾ അവിടെ ആവശ്യത്തിലധികം പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങി. നല്ല പാല് കിട്ടുമെന്ന് വന്നപ്പോൾ ആ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ ഈ ആശ്രമത്തിൽ വന്ന് പാല് വാങ്ങാൻ തുടങ്ങി. ആളുകൾ കൂടുതലായപ്പോൾ കൂടുതൽ പശുക്കൾ വാങ്ങിച്ചു. പശുവിനായിട്ട് കൂടുതൽ ആലകൾ അവിടെ പണിതു. അങ്ങനെ പാലിൻ്റെ കണക്കുകൾ നോക്കാൻ ഒരാളെ നിശ്ചയിച്ചു. അവസാനം എന്തു പറ്റി? ആളുകൾ ഉപദേശം തേടി വരാതെയായി. ആ ആശ്രമത്തിലുണ്ടായിരുന്ന ദൈവകൃപ അവർക്ക് നഷ്ടപ്പെട്ടു. ഈ പെന്തക്കോസ്ത ഒരുക്ക ദിനങ്ങളിൽ നാം ധ്യാനിക്കേണ്ടത് മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ പള്ളിയിൽ ഒരു മാമോദീസ നടന്നു. ഒരു ചെറുപ്പക്കാരനും അവൻ്റെ ഭാര്യ, അവരുടെ കുഞ്ഞും ബന്ധുമക്കളുമായിട്ട് അവരുടെ കുഞ്ഞിന് ജ്ഞാനസ്നാനം നടത്താൻ വേണ്ടി വന്നതാണ്. ഇവനെപ്പോഴും പള്ളി വരുന്ന ആളല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ യുവാവിനോട് ചോദിച്ചു, മോനെ, നീ ഇന്നിവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അപ്പോൾ അവൻ പറഞ്ഞു, ഉവ്വാച്ച, ജ്ഞാനസ്നാനം എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ജ്ഞാനസ്നാനത്തിൻ്റെ ലത്തീൻ ആരാധന ക്രമത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുമുണ്ട്, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? അപ്പോൾ മാതാപിതാക്കൾ ഉത്തരം പറയണം, ഞങ്ങൾ ജ്ഞാനസ്നാനം, സഭയിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് അവരുത്തരം പറയണം, ജ്ഞാനസ്നാനം. ഇപ്പം ഞാൻ ആ യുവാവിനോടും ആ യുവതിയായ കുഞ്ഞിൻ്റെ അമ്മയോടും പറഞ്ഞു, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ്, ഈ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങളുടെ കുഞ്ഞിന് അറിവുണ്ടോ? അപ്പോൾ പൊടിക്കുഞ്ഞാണ്. അപ്പം അവർ പറഞ്ഞില്ല. കുഞ്ഞ് താൻ മാമോദിസ സ്വീകരിച്ചവനാണ്
ആണ് എന്ന ആ ഒരു ബോധ്യം പിന്നീട് കുഞ്ഞിന് കിട്ടും. പക്ഷെ അന്നവിടെ നടക്കുന്ന ആ കർമ്മങ്ങളോ ആ ശുശ്രൂഷകളോ കുഞ്ഞൊരിക്കലും ഓർക്കില്ല. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, നിന്റെ കുഞ്ഞെന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്. ആ കുഞ്ഞിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, വേറൊരു വ്യക്തിത്വമുണ്ട്. അപ്പം വേറൊരു വ്യക്തിക്ക് വേണ്ടി നീ എടുക്കുന്നൊരു തീരുമാനമാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ മാമോദീസ മുഖ്യ കർത്താവിൻ്റെ ശിഷ്യനാക്കാം, സഭയിൽ അംഗമാക്കാമെന്ന് കുഞ്ഞിന് വേണ്ടി നീ എടുക്കുന്നൊരു തീരുമാനമാണ്. അപ്പം ഈ ജ്ഞാനസ്നാനത്തിൻ്റെ ആ ദൈവകൃപ അത് എന്താണെന്ന് നിനക്കറിയാമോ? ആ യുവാവിനോട് ഞാൻ ചോദിച്ചു. മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ കുഞ്ഞിന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അപ്പനോട് പറഞ്ഞു, നീയാണ് കുഞ്ഞിന് വിശ്വാസം കൊടുക്കേണ്ടത്. കുഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന ബോധ്യം കൊടുക്കേണ്ടത് അപ്പനും അമ്മയുമാണ്. അത് നീ ഇങ്ങനെ, എടാ കുഞ്ഞ് നീ ഇങ്ങനെ ക്രിസ്ത്യാനിയാക്, നീ പള്ളിയിൽ പോ, ഇങ്ങനെ നിരന്തരം നീ വാക്കുകൾ കൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന കുറേ ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളാണ് കർത്താവായ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു എന്ന ബോധ്യമാണ്. ഇത് മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞിനുണ്ടാവില്ല. ഇത് കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇത് കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ? വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങാ, ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ്ങാ. തൻ്റെ ജീവിത പ്രതിസന്ധികളുടെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ പൗലോസ് നിലവിളിച്ചപ്പോൾ പൗലോസിനോട് ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. നിന്റെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിനക്കെൻ്റെ കൃപ മതി. നമ്മുടെ അനുദിന ജീവിതത്തിൽ രോഗങ്ങളോട് മല്ലടിക്കുന്നവരാണ് നാം. ക്യാൻസറിനോട് മല്ലടിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. വിട്ടുമാറാത്ത ദാരിദ്ര്യത്തോട് മല്ലടിക്കുന്നവരെ കാണുന്നുണ്ട്. മദ്യപാനത്തിനും ലഹരിക്കും അടിമയായ മക്കളുടെ മോചനത്തിനായി മല്ലടിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ പതറി നിൽക്കുമ്പോൾ, ഇതൊന്നെടുത്ത് മാറ്റിത്തരണമേ എന്ന് നിലവിളിക്കുമ്പോൾ, പല സമയത്തും ദൈവം കൊടുക്കുന്ന ഒരു ഉത്തരമാണ്, മകളെ മകനെ നിനക്കെൻ്റെ കൃപ മതി. നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒരു വകയുമില്ല. അതാ പൗലോസ് പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് മെത്രാനായ തീത്തോസിനോട് പൗലോസ് പറയുക, മാനവരക്ഷയുടെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ ദൈവകൃപ എന്നാൽ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നൽകിയ പരിശുദ്ധാത്മാവാണ്. ഇതാണ് മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവില്ല. ഈ പെന്തക്കോസ്ത കാലഘട്ടത്തിൽ നമ്മുടെ മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച
ആ ദൈവിക വരങ്ങളെ അതിനെ ഉജ്ജ്വലിപ്പിക്കേണ്ട ഒരു സമയമാണിത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് ആണ് ആ ഒരു ദൈവകൃപ. എന്തിനാണ് ഈ ദൈവകൃപ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? ഇത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയും ലോകത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടിയാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് താൽക്കാലികമായ വിജയങ്ങൾ നേടാൻ പറ്റും. പക്ഷെ ഈ ദൈവകൃപ വന്ന്, ഈ പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് വന്ന്, അല്ലെങ്കിൽ മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ്ങിനെ കുറിച്ചുള്ള ബോധ്യം നമ്മളെ അസാധാരണക്കാരാക്കി മാറ്റും. ഫ്രാൻസിസ് അസീസിയെ പോലെ, ഫ്രാൻസിസ് സേവറിനെ പോലെ, അമ്മ ത്രേസ്യയെ പോലെ, അൽഫോൺസ് അമ്മയെ പോലെ, ദൈവദാസി സെലിൻ കണ്ണനായ്ക്കലിനെ പോലെ അസാധാരണക്കാരാക്കി നമ്മളെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് ആണ്. അപ്പം ഈ പെന്തക്കോസ്തക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ഒരു പവർഫുൾ അനോയിന്റിങ്, ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നാം ഒരുങ്ങണം. ഈ എന്തിനാണ് ഈ ദൈവകൃപ? 2 തരത്തിലാണ് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള ദൈവകൃപയാണ്, നമ്മളെ നവീകരിക്കാനുള്ള ദൈവകൃപയാണ്. ഇതിനെ സഭ വിളിക്കുന്നത് പുണ്യദാനങ്ങൾ എന്നാണ്. സാങ്ക്ടിഫയിങ് ഗിഫ്റ്റ്സ് ആണത്. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വിശുദ്ധീകരിക്കുന്ന ദൈവകൃപ. ഡോണ സ്പിരിത്തുസ് സാങ്ക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള, പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന, പുണ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന, അവിടെ ആ ദൈവത്തിൻ്റെ ആനന്ദം, സന്തോഷം, ദയ, നന്മ, വിശുദ്ധി, ആത്മസംയമനം, ആത്മവിശ്വാസം, ഇവയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന പുണ്യങ്ങളാണ്. ബുദ്ധി, ജ്ഞാനം, അറിവ്, വിവേകം, ഓർമ്മശക്തി, ആത്മധൈര്യം, ആത്മവിശ്വാസം. ഇപ്പം ഈ പുണ്യങ്ങളിലൂടെ ഡോണ ഗ്രാത്തിസ് സ്പിരിത്തുസ് സാന്തി, അതായത് നമ്മൾ ഡോണ സ്പിരിത്തുസ് സാന്തി, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുക. രണ്ടാമത്തേത്, ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ ലൂക്ക 12:49 പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത്, ഫയർ അനോയിന്റിങ് നടത്താനാണ് വന്നിരിക്കുന്നത്. ഈ ഫയർ അനോയിന്റിങ് ഒരു ഊർജമാണ്. നമ്മളിലുള്ള നെഗറ്റീവ് എനർജികളെ, അപകർഷതാബോധത്തെ, അസ്വസ്ഥതകളെ കരിച്ചു കളയുന്നതാണ്. യേശു സംസാരിക്കുന്ന അഗ്നി എന്താ? പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജ്ഞാനസ്നാനം മുതൽ നമ്മിലുള്ള ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഈ ഫയർ അനോയിന്റിങ്. അതാ പറഞ്ഞ് ഞാൻ തീയിടാനാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും. ഇവിടെ എല്ലാ മാനസിക ക്ലേശങ്ങളെയും, എല്ലാ സ്വാർത്ഥതകളെയും, എല്ലാ പാപത്തെയും ശുദ്ധീകരിക്കും. എന്നിട്ട് അത് മാത്രമല്ല, നമ്മെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തുന്നു, നമ്മെ ഊർജ്ജസ്വലരാക്കുന്നു. പെന്തക്കോസ്ത നമ്മെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, ശാക്തീകരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരിക്കുന്ന കൃപയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ താമരശ്ശേരി രൂപത മെത്രാൻ മാർ റെമിജിയൂസ് ഈ അടുത്ത കാലത്ത് ഇറക്കിയ ഒരു പുസ്തകം ഞാൻ വായിക്കാൻ ഇടവന്ന്, അതിൻ്റെ 15ാമത്തെ അധ്യായം അദ്ദേഹം ഇറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ സൂക്തങ്ങൾ.
അതിൽ 15-ാമത്തെ അധ്യായം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് സാലസിൻ്റെ ഐഡിയ ആണ് പിതാവ് സാലസിൻ്റെ സൂക്തങ്ങൾ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. അതായത് ഈ ലോകത്തിലെ ഏത് ജീവിതാന്തസ്സിലും ഏത് സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും. കാരണം ഫ്രാൻസിസ് സാലസാണ് ആദ്യമായിട്ട് അൽമായർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ആത്മീയ ഗ്രന്ഥം സഭയിൽ എഴുതിയത് ഫ്രാൻസിസ് സാലസാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, നമ്മുടെ റെമിജിയസ് പിതാവ് എഴുതിയിരിക്കുന്നത്, ഓരോ മനുഷ്യരും ഏത് ജീവിത സാഹചര്യം ആകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, പട്ടാളക്കാരനാകട്ടെ, വൈദികനാകട്ടെ, സന്യാസി ആകട്ടെ, എൻജിനീയർ ആകട്ടെ, കമ്പ്യൂട്ടർ എൻജിനീയർ ആകട്ടെ, ആരാണെങ്കിലും അവർക്ക് വിശുദ്ധി പ്രാപിക്കാനുള്ള സാഹചര്യമുണ്ട്, അവർക്കതിന് സാധിക്കും. വിശുദ്ധിയിലേക്കുള്ള പുരോഗതി നമ്മെ ഓരോരുത്തരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ തുറവി ആണ് അതിൻ്റെ സ്രോതസ്. ആ പുസ്തകത്തിൽ പറയാ, ഒരു പൂന്തോട്ടത്തിൽ ഒരു ജലസ്രോതസ്സുണ്ട്. അവിടെയുള്ള ചെടികൾക്കെല്ലാം വെള്ളം കിട്ടുന്നത് ആ സ്രോതസ്സിൽ നിന്നാണ്. ആ ജലസ്രോതസ് പരിശുദ്ധാത്മാവാണ്. അപ്പം സഭയിലെ കുദാശകളിലൂടെ, കൂട്ടായ്മയാകുന്ന പൈപ്പിലൂടെ ആ ജലസ്രോതസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അങ്ങനെയാണ് ചെടികൾ ഊർജ്ജസ്വലരാകുന്നത് പോലെ നാം ഓരോരുത്തരും ശക്തി പ്രാപിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജലസ്രോതസ് പൈപ്പുകളിലൂടെ നമ്മിലേക്ക് വരുന്നത് പോലെ കൂദാശകളിലൂടെ, കൂട്ടായ്മയിലൂടെ, വചനവായനയിലൂടെ, ദൈവത്തിനോടുള്ള സ്നേഹത്തോടെ, പരസ്നേഹത്തോടെ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന ജീവജലമാകുന്ന കൃപ അങ്ങനെ വിതരണം ചെയ്യാണ്. അതാണ് നമ്മൾ പ്രകാശമുള്ളവരാക്കും, ആത്മവിശ്വാസമുള്ളവരാക്കും, ധൈര്യമുള്ളവരാക്കും, രോഗശാന്തി ലഭിക്കുന്നവരാക്കി നമ്മളെ മാറ്റും. പക്ഷെ ഒരു കണ്ടീഷൻ ഫ്രാൻസിസ് സാലസ് പറയാം, അനുവാദമില്ലാതെ പരിശുദ്ധാത്മാവ് ആരുടെ മേലും വരില്ല. നമ്മളിങ്ങനെ നമ്മുടെ അഹങ്കാരം കൊണ്ടോ കഴിവ് കൊണ്ടോ നമ്മൾ വലിയ ആൾക്കാരാകുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മൾ സ്വർഗത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ തുറക്കുമ്പോഴാണ്. അപ്പം അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വരണത്. ഫ്രാൻസിസ് സാലസ് ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ആ ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുത്ത് ആ മരുന്നുമായിട്ട് ഇയാൾ വീട്ടിൽ വന്ന് ഇയാൾ മരുന്ന് കഴിച്ചാൽ മാത്രമേ ഇയാളുടെ രോഗം മാറുകയുള്ളൂ. മരുന്ന് വീട്ടിലുണ്ടായിട്ട് കാര്യമില്ല. അവിടെ ബൈബിളുണ്ട്, അവിടെ പള്ളിയുണ്ട്, ഇടവക്കാരനാണ്. ഇയാൾ മരുന്ന് കഴിക്കണം, ഇയാൾ പരിശുദ്ധമായ കൂദാശകളിൽ പങ്കുപറ്റണം, വചനാഭിഷേകം നടത്തണം, പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കാളികളാകണം, വാർഷിക ധ്യാനങ്ങളിൽ പങ്കെടുക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അയാളിലേക്ക് കടന്നു വരുന്നത്. അപ്പം വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് കരിസ്മാറ്റിക് വരങ്ങളാണ്. ഇതിനെ വിളിക്കുന്നത് സേവന വരങ്ങളെന്ന. ഗ്രാസിയെ ഗ്രാത്തീസ് ദാത്തെ, പരിശുദ്ധാത്മാവിൻ്റെ സേവന വരങ്ങൾ. നമ്മൾ നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടെ നമ്മൾ അതിലേക്ക് കടന്നു വരും. ഒന്ന് അറിവിൻ്റെ വരം. ഇന്ന് ആളുകൾക്ക് അവർ പുസ്തകത്തിലൂടെ അവർ പഠിക്കും, എൻജിനീയറാകും, ഡോക്ടറാകും. പക്ഷെ അവന് നല്ല അപ്പനാകാൻ പറ്റുന്നില്ല, നല്ല ഭർത്താവാകാൻ പറ്റുന്നില്ല, നല്ല അമ്മയാകാൻ പറ്റുന്നില്ല, നല്ല ഒരു രാജ്യത്തിൻ്റെ പ്രജയാകാൻ പറ്റുന്നില്ല. അവന് പണമുണ്ട്, അറിവുണ്ട്, ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവൻ മദ്യപാനത്തിന് അടിമപ്പെടുന്നു, ലഹരിക്ക് അടിമപ്പെടുന്നു, വ്യഭിചാരത്തിന് അടിമപ്പെടുന്നു, കുടുംബ തകർച്ചകൾക്ക് കാരണമാകുന്നു. വലിയ വലിയ ഡോക്ടർമാരാണ്, എൻജിനീയർമാരാണ്,
ഒരു വർഷം പോലും അവന് നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു ഭാര്യയാകാൻ, നല്ലൊരു ഭർത്താവാകാൻ പറ്റുന്നില്ല. എന്താ കാരണം? അതിനുള്ള കൃപയില്ല, കഴിവില്ല. അതാണ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നത്. അവരൊരു കാലത്ത് കുടുംബങ്ങളെല്ലാം ഭയങ്കര ശക്തമായിരുന്നു അന്ന്. കാരണം പരിശുദ്ധാത്മാവ് അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട കഴിവാണ് അറിവിൻ്റെ വരം. ഇന്ന് നമ്മൾ കാണുമ്പോൾ, നമ്മുടെ യുവതിയുവാക്കന്മാരെയൊക്കെ കാണുമ്പോൾ തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ അറിവുകളിലാണ് നയിക്കപ്പെടുന്നത്. ഇതാണ് മനുഷ്യനെ അഹങ്കാരിയാക്കുന്നത്, പാപത്തിന് അടിമപ്പെടുത്തുന്നത്, ദൈവത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. സഭ വളർന്നിങ്ങനെ പന്തലിച്ച് കഴിഞ്ഞ് സഭയിലൂടെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. സേവനവരങ്ങൾ, വിശ്വാസപരം, രോഗശാന്തിപരം, അത്ഭുത പ്രവർത്തനപരം, വചനപരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, ഭാഷാവരം. ആദിമ ക്രൈസ്തവ സഭയുടെ മുൻപിൽ ഇത് വളരെ ശക്തമായിരുന്നു. എന്നാൽ സഭ അങ്ങോട്ട് വളർന്ന് പന്തലിച്ച് നമുക്ക് പള്ളികളായി, സ്ഥാപനങ്ങളായി. അപ്പോൾ ഈ വരങ്ങൾ, സേവന വരങ്ങളും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഒക്കെ ഇല്ലാതായി. ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടിലൂടെ സഭ കടന്നുപോയി. സ്ഥാപനങ്ങളുണ്ട്, കർത്താവില്ലാത്ത കർത്തൃശുശ്രൂഷ, അഭിഷേകമില്ലാത്ത പ്രാർത്ഥനകൾ. അങ്ങനെ സഭ ശരിക്കും ഒരു നിർജീവ അവസ്ഥയിലായപ്പോഴാണ് 1900 എലേന ഗുവേര എന്ന വാഴ്ത്തപ്പെട്ടവള് ലിയോ 13 പാപ്പയെ സന്ദർശിച്ചിട്ട് പറഞ്ഞു, പാപ്പ, സഭയെ ഒരിക്കൽ കൂടെ ആ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകണം. കാരണം ആ സിഹിയോൻ ശാലയിലാണല്ലോ സ്ലീഹന്മാരുടെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്, അവരെ കത്തിച്ചത്. ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണല്ലോ അവർ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദവും സന്തോഷവും ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഉപയോഗിച്ചത്. ഒരിക്കൽ കൂടെ പാപ്പ സഭയെ സെഹിയോൻ ആ ഊട്ടുശാലയിലേക്ക് കൊണ്ടുപോകണമേ. ലിയോ 13 പാപ്പ ഇത് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് സ്വീകരിക്കുക. 1895 1900 ഇടയിൽ. അതുകൊണ്ട് തന്നെ പലവട്ടം പാപ്പ പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് ആഹ്വാനം ചെയ്ത്, പ്രത്യേകിച്ച് സ്വർഗാരോഹണ തിരുനാളിന് ശേഷം പെന്തക്കോസ്ത വരെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോടുള്ള പ്രേയർ ആരംഭിക്കുക. അത് സഭയുടെ ചരിത്രത്തിൽ ഒരു പുതുമയായിരുന്നു. പെന്തക്കോസ്തയുടെ കാലഘട്ടം കഴിഞ്ഞ്, ആദിമ ക്രൈസ്തവ സഭയുടെ കാലഘട്ടം കഴിഞ്ഞ് പരിശുദ്ധാത്മ ചില വിശുദ്ധന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്നു എന്നുള്ള എക്സെപ്ഷൻ ഒഴിച്ചാൽ സഭ ഇങ്ങനെ നിർജീവമായി. സ്ഥാപനങ്ങളുണ്ട്, സാമ്രാജ്യങ്ങളുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ട് കലഹങ്ങൾ, ഭിന്നതകൾ, നിരാശകൾ. ഇവിടെയാണ് എലേന ഗുവേര എന്ന വാഴ്ത്തപ്പെട്ടവൾ സഭയെ ഒരു പുതിയ പെന്തക്കോസ്തയിലേക്ക് കൊണ്ടുപോകണമേ എന്ന് അപേക്ഷിച്ചത്. പാപ്പ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ്, 2 തീരുമാനങ്ങൾ എടുത്തു. ഒന്ന്, സ്വർഗാരോഹണം മുതൽ പെന്തക്കോസ്ത വരെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനുള്ള നൊവേന ആഘോഷപൂർവ്വം കൊണ്ടാടണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഷാലോൺ ടിവിയോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരുക്ക ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുന്നത്. രണ്ടാമത്തേത് 1901 ജനുവരി 1 ആഗോള സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു പുത്തൻ പ്രവാഹത്തിന് വേണ്ടി വത്തിക്കാൻ്റെ അരമനയിൽ നടന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരത്ഭുത പ്രാർത്ഥന അവിടെ നടന്നു. അതാണ് സഭയിൽ ഇതേവരെ ഉണ്ടാകാത്ത ഒരു പുതിയ പ്രാർത്ഥന. വിയേനി ക്രേറ്റ് സ്പിരിത്തോസ്, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരണമേ. ഇതാണ് പിന്നീട് കാട്ടുതീ പോലെ പടർന്ന് പന്തലിച്ച് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് 2-ാം വത്തിക്കാൻ സുനഹദോസിന് കാരണമായത്. ഇതാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയത്.
ഇവിടെ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിലൂടെ മാമോദീസ സ്വീകരിച്ച, തൈലലേപനം സ്വീകരിച്ച ഒരാൾ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് ബോധപൂർവം ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ വരങ്ങൾ ബോധപൂർവമായി സ്വീകരണം നടത്തുന്നു. പിന്നെ വരങ്ങൾ ലഭിക്കാനുള്ള ദാഹം സഭയിലുണ്ടാകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം ഈ പുത്തൻ പെന്തക്കോസ്ത് അഭിഷേകമാണ് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ സ്വർഗത്തിന് വിട്ടുകൊടുക്കുന്നത്. പിന്നെ സഭയുടെ ആത്മീയ വളർച്ചയിൽ ഒരാളെ പങ്കാളികളാക്കുന്നത് ഈ പെന്തക്കോസ്ത, പുതിയ പെന്തക്കോസ്ത അനുഭവമാണ്. പിന്നെ പ്രാർത്ഥന കൂട്ടായ്മയിൽ വളരാനുള്ള ദാഹം ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസാധാരണമായ ഒരു കാലഘട്ടത്തിലൂടെ കടക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ദാഹിക്കുക. ഈ ഷാലോൺ ടിവിയോട് ചേർന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരിക്കൽ കൂടെ ആ പെന്തക്കോസ്തയുടെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. നമ്മുടെ ഭവനത്തിൽ ആ പോസിറ്റീവ് എനർജി വന്ന് നിറയട്ടെ. നമ്മൾ ആ ഒരു നവീനമായ വരങ്ങളുടെ ഉപയോഗം, ദൈവകൃപകളുടെ ഉപയോഗം, നമ്മളെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, പരിശുദ്ധാത്മാവിൻ്റെ പവർഫുൾ അനോയിൻറ്റിങ്ങിലാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദൈവകൃപയുടെ ആ ഒരു പവർ അനോയിൻറ്റിങ്ങിന് വേണ്ടി നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും നവീകരിക്കപ്പെടട്ടെ. വിയേനി ക്രയത്തോർ സ്പിരിത്തോസ്, പരിശുദ്ധാത്മാവെ, സൃഷ്ടാവായ പരിശുദ്ധാത്മാവെ, വിയേനി വിയേനി വേനി ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ, വിയേനി വരണമേ എന്ന് ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിളിച്ചോ ജീവന്റെ ജീവനെ, സകലത്തിന്റെ മധ്യനാഥ, വിളിച്ചോ മക്കളെ, വിളിച്ചോ ഈശോനെ, വിളിച്ചോ തീഷ്ണതയോടെ.
പ്രിയപ്പെട്ട മക്കളെ, പെന്തക്കോസ്തേക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. തമ്പുരാന്റെ മുൻപിൽ എളിമപ്പെട്ട് തുറവിയോടെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ മുൻപിൽ കരങ്ങൾ ഇരുവശങ്ങളിൽ വിരിച്ചു പിടിച്ച് എൻ്റെ ഈശോയെന്ന് വിളിച്ച് തീഷ്ണതയോടെ ആഗ്രഹിച്ച് എളിമപ്പെട്ട് നമ്മുടെ കുറവുകളും പോരായ്മകളെല്ലാം ഓർത്ത് അനുതപിച്ച് സ്വർഗത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ രോഗങ്ങളുടെ മേൽ, സമ്പത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങളുടെ മേൽ, നമ്മളെ നിരന്തരം അലട്ടുന്ന എല്ലാ ദോഷങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അവയെല്ലാം നിർവീര്യമായി പോവും. പറഞ്ഞേ ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മേലുള്ള എല്ലാ രോഗങ്ങൾ നിർവീര്യമായി പോകും. പറഞ്ഞേ ആമേൻ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മേലുള്ള എല്ലാ അന്ധകാര ശക്തികൾ വിട്ടുപോകും. പറഞ്ഞേ ആമേൻ. നമ്മുടെ മേലുള്ള നിഴലുകള്, നിരാശകള്, ആകുലതകള്, തഴക്കദോഷങ്ങള്, പാപബന്ധനങ്ങള് അതെല്ലാം നിർവീര്യമാകും. പറഞ്ഞേ ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പോസിറ്റീവ് എനർജിയാ, ഊർജമാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു അനോയിന്റിംഗ് ആണ്. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആണ്. ഒരു പരിശുദ്ധാത്മാവിന്റെ മാമോദീസ. ഇതൊരു പുതിയ കാര്യമല്ല. എന്താണ് പരിശുദ്ധാത്മാവിന്റെ മാമോദീസ? അതായത് നമുക്ക് അനുഭവിക്കത്തക്ക വിധം, നമുക്ക് ഫീൽ ചെയ്യത്തക്ക വിധം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും എഴുന്നള്ളി വരണം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസമാണ്. അതായത് നമ്മൾ കുഞ്ഞുനാളിൽ മാമോദീസ സ്വീകരിച്ചപ്പോൾ അല്ലെങ്കിൽ സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച കൃപകള് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിക്കുമ്പോൾ അതൊരിക്കൽ കൂടെ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ആഗ്രഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ വേണ്ടി പറഞ്ഞ ഹല്ലേലൂയ. ഈശോയെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. ഈശോയെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപകൾക്ക് വേണ്ടി പറഞ്ഞ ഹല്ലേലൂയ. ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി പറഞ്ഞ ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവിന്റെ വാഗ്ദാനം നമ്മുടെ മേൽ വന്ന് നിറയുന്നതിന് വേണ്ടി പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിൽ നിറഞ്ഞ് അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവായ യേശുവിനെ നമുക്ക് കരങ്ങൾ കൂപ്പി കുമ്പിട്ട് തല കുമ്പിട്ട് ഒരിക്കൽ കൂടെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് തമ്പുരാന്റെ മുൻപില്, ഈശോയുടെ മുൻപിലാണ്, രാജാതിരാജന്റെ മുൻപിലാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാൻ കഴിവുള്ളവന്റെ മുൻപിലാണ് നാം എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇരു കരങ്ങൾ വിരിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ എളിമയാണ് കാണിക്കുന്നത്. നമ്മളിലുള്ള അശുദ്ധി കരിച്ചു കളയുന്ന ഒരു ഫയർ അനോയിന്റിങ്ങിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരു കരങ്ങള് ഹൃദയത്തിന്റെ മുൻപിൽ വിരിച്ചു പിടിക്കുന്നത്. നമ്മുടെ തുറവിയുടെ എളിമയുടെ പ്രതീകമാണ്. അങ്ങനെ എളിമപ്പെട്ട് നിൽക്കുന്നവരുടെ മേൽ ലൂക്ക 11:3 പഠിപ്പിക്കുക, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ഇരു കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മുടെ വീടും പറമ്പും മക്കളെയും തൊഴിൽ മേഖലകളെയും എല്ലാം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് ഒരു സാധാരണ അഭിഷേകം നമുക്ക് പോരാ.
2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-10 വചനങ്ങളിൽ എലീശ ഏലിയായോട് അപേക്ഷിച്ചത്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണമേ. ഇന്ന് ഇരട്ടി പങ്ക് നമുക്ക് ആവശ്യമാണ്. ഏലിയായെ ബലപ്പെടുത്തി അതേ പരിശുദ്ധാത്മാവ്, ജെറമിയായെ ബലപ്പെടുത്തി അതേ പരിശുദ്ധാത്മാവ്, ജോയൽ പ്രവാചകനെ ബലപ്പെടുത്തി അതേ പരിശുദ്ധാത്മാവ്, പത്രോസിനെയും പൗലോസിനെയും ആദിമ ക്രൈസ്തവ സഭയെ മുഴുവൻ ബലപ്പെടുത്തി അതേ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഷാലോം ടിവിയോട് ചേർന്ന് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഏലീശയ്ക്ക് കൊടുത്തതുപോലെ ഏലിയ പ്രവാചകന്റെ ഇരട്ടി അഭിഷേകം കൊടുത്ത് അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റുഹ 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 റുഹ. അഭിഷേകം അഭിഷേകം അഭിഷേകം. ഫയർ അനോയിന്റിംഗ് ഫയർ അനോയിന്റിംഗ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറിയ 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 ഗ്ലോറിയ. യേശുവേ യേശുവേ യേശുവേ. മക്കളെ, നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ചു മക്കളെ, കരങ്ങളടിച്ച്. പാവ പാവ പാവ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അത്ഭുത ശക്തി ഈശോ. പാവ പാവ പാവ. മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. ആഗ്രഹിച്ച മക്കളെ, ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ മക്കളെ. അറിവിൻ്റെ മേഖലയിലേക്ക്, ബുദ്ധിയുടെ മേഖലയിലേക്ക്, കഴിവുകളുടെ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. നമുക്ക് ആത്മസംയമനം എന്ന കൃപ ലഭിക്കട്ടെ, നമുക്ക് ആത്മവിശ്വാസം എന്ന കൃപ ലഭിക്കട്ടെ, ഓർമ്മശക്തി ലഭിക്കട്ടെ. വിദ്യാർത്ഥികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരട്ടെ. അവരുടെ മടിയും അലസതയും ആകുലതകളെല്ലാം വിട്ടുമാറട്ടെ. പഠിക്കാനുള്ള കഴിവ് കിട്ടട്ടെ, പഠിക്കണം, രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കിട്ടട്ടെ. എല്ലാ കൈക്കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഉറക്കത്തിലെ ഞെട്ടലും ദുസ്വപ്നങ്ങളെല്ലാം കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ശൈശവ സംബന്ധമായ എല്ലാ രോഗങ്ങളും കൈക്കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. വാർദ്ധക്യ സഹജമായ എല്ലാ മക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം കിട്ടട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടിക്കേ മക്കളെ. ഹല്ലേലൂയ 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 അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗികളും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ആത്മാവിൽ നിറയപ്പെടട്ടെ, എല്ലാ യുവജനങ്ങളും ആത്മാവിൽ നിറയപ്പെടട്ടെ, എല്ലാ കൈക്കുഞ്ഞുങ്ങളും ആത്മാവിൽ നിറയപ്പെടട്ടെ, എല്ലാ രോഗികളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. വിദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. തൊഴിലന്വേഷിക്കുന്ന എല്ലാ മക്കളുടെ മേൽ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളുടെ മേല്, എല്ലാ കല്യാണ തടസ്സങ്ങളുള്ള മക്കളുടെ മേല്
പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, ഒരു പുതിയ ബന്ധക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയ, പുതിയ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങിയ അച്ഛൻ ഓരോ മേഖലകൾ സമർപ്പിച്ച് പറയുമ്പോൾ നിങ്ങളെല്ലാവരും പറയണം, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ഒന്ന് പറഞ്ഞേ മക്കളെ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. എല്ലാ യുവജനങ്ങളുടെ തെറ്റായ ബോധ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. പാപത്തിന്റെ അന്ധകാര മേഖലകൾ വിട്ടുപോകുന്നതിന് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ശാപത്തിന്റെ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നതിന് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കൂടോത്ര ബന്ധനങ്ങൾ നിർവീര്യമാക്കുന്നതിന് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ക്ഷുദ്രക്രിയകൾ നിർവീര്യമാകുന്നതിന് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ക്ഷുദ്രജീവികളുടെ വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾ വിട്ടുമാറുന്നതിന് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കള്ള കേസുകളും ബന്ധനങ്ങളും വിട്ടുമാറുന്നതിന് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ഈശോയെ എന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കുടുംബ തകർച്ചകളിലേക്ക്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. എല്ലാ തഴക്കദോഷങ്ങളുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. എല്ലാ അന്ധകാര ബന്ധനങ്ങളുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ നിരാശയുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. അകാരണ ഭയങ്ങളുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. അകാരണ ദുഃഖങ്ങളുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. തൊഴിലില്ലായ്മയുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കല്യാണ തടസ്സങ്ങളുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കലഹത്തിന്റെ ദുരാത്മാക്കൾ നിർവീര്യമാകുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. നിരന്തരമായ ശാരീരിക രോഗങ്ങൾ വിട്ടുമാറുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. അലസതയും ബന്ധനങ്ങളും വിട്ടുമാറുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. നിരന്തരമുള്ള ശാരീരിക രോഗങ്ങൾ വിട്ടുമാറുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ക്യാൻസർ വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. പകർച്ചവ്യാധികൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കടബാധ്യതകൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കുടുംബം തകർക്കുന്ന സംശയ രോഗങ്ങൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. പരിശുദ്ധ കുർബാനയുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവരുടെ മേൽ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. മദ്യപാനത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരുടെ മേൽ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിയുന്നവരുടെ മേൽ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടുന്നവരുടെ മേൽ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കോപം വെറുപ്പ് വെച്ച് പുലർത്തുന്നവരുടെ മേൽ, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. നിരന്തരമുള്ള വഴക്കുകൾ വിട്ടുമാറുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. സഭയോടുള്ള സ്നേഹം ആഴപ്പെടുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. പരിശുദ്ധ കുർബാനയുടെ ശക്തി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ദൈവരാജ്യ ചിന്ത ഇല്ലാത്തവരുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. സാത്താൻ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്നവരുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. നിരന്തരം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരുടെ മേല്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. മാനസാന്തരത്തിന്റെ അഭിഷേകം ലഭിക്കുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. അനുതാപത്തിന്റെ അഭിഷേകം ലഭിക്കുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. ക്ഷമിക്കാനുള്ള അഭിഷേകം ലഭിക്കുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം ലഭിക്കുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. പഠന മേഖലയിലെ ബന്ധനങ്ങൾ വിട്ടുമാറുന്നതിന്, പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. പരീക്ഷകൾക്ക് ഒരുങ്ങുമ്പോഴുള്ള ഭയങ്ങൾ വിട്ടുമാറുന്നതിനായി പരിശുദ്ധാത്മാവേ വേഗം എഴുന്നള്ളി വരണമേ. കരങ്ങൾ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി പാടി സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ പറഞ്ഞ് പാടിക്കുക മക്കളെ, എല്ലാവരും പാടിക്കുക ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ കർത്താവേ, ഞങ്ങളങ്ങ് സ്നേഹിക്കുന്ന കർത്താവേ. അവിടെ നിന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഈ പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ തരാറാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഞങ്ങളവയെ ഏറ്റുപറയുന്ന കർത്താവേ, സർവത്തിന്റെ അതിനാഥനായ ദൈവമേ, കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിന്റെ നിയന്താതാവേ, അങ്ങ് ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഒരു പുതിയ അഭിഷേകം ഒഴുകട്ടെ, ഒരു പുതിയ കൃപ ഒഴുകട്ടെ, ഒരു നവീകരണം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ വിളിച്ചോ വിളിച്ചോ മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ചോ, പരിശുദ്ധാത്മാവിനെ വിളിച്ചോ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. റുഹാ. ഹല്ലേലൂയ
പരിശുദ്ധാത്മാവേ പുത്തൻ അഭിഷേകം കൊണ്ട് നിറയട്ടെ. സഭ ജ്വലിക്കട്ടെ, സഭ ജ്വലിക്കട്ടെ, ആത്മാവിനാൽ ജ്വലിക്കട്ടെ. പുതിയ പുതിയ അഭിഷേകങ്ങള്, പുതിയ പുതിയ കൃപകള്, വരങ്ങള്, ദാനങ്ങളാൽ ജ്വലിക്കട്ടെ. വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. പാടിക്ക മക്കളെ. വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ യുവജനങ്ങളുടെ മേൽ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. രോഗബാധിതമായ കോശങ്ങളിലേക്ക് വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. ക്യാൻസർ ബാധിച്ച മക്കളിലേക്ക് വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. പാപബന്ധനങ്ങളിൽ പെട്ടിരുന്നവരെ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. കുടുംബം തകർന്നിരിക്കുന്നവരുടെ മേൽ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. കടബാധ്യതകളിൽ നട്ടം തിരിയുന്നവരുടെ മേൽ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനായി വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. ദുഷ്ടശക്തികൾ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. പരദൂഷകർ തകർക്കപ്പെടാൻ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. തിന്മയുടെ ശക്തികൾ അകന്നു പോകാൻ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം കിട്ടാൻ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. രോഗശാന്തി വരത്തിനായി വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. പ്രവചന വരത്തിനായി വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. സഭയോട് ചേർന്ന് നിൽക്കാൻ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ കുർബാനയുടെ ഭക്തി വർദ്ധിക്കാൻ വേഗം വരേണമേ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛനോടൊപ്പം ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, സഭയുടെ ആത്മാവേ, സഭയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ജ്വലിപ്പിക്കുന്ന ആത്മാവേ, ഞങ്ങളെ ജ്വലിപ്പിക്കുന്ന ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, സ്ത്രീകന്മാരെ ബലപ്പെടുത്തിയ ആത്മാവേ, സ്ത്രീകന്മാരെ ബലപ്പെടുത്തിയ ആത്മാവേ, ഏലിയായെ ബലപ്പെടുത്തിയ ആത്മാവേ, ഏലിയായെ ബലപ്പെടുത്തിയ ആത്മാവേ, ഏലീശയ്ക്ക് ഇരട്ടി അഭിഷേകം കൊടുത്ത ആത്മാവേ, ഏലീശയ്ക്ക് ഇരട്ടി അഭിഷേകം കൊടുത്ത പത്രോസിനെ ബലപ്പെടുത്തിയ ആത്മാവേ, പത്രോസിനെ ബലപ്പെടുത്തിയ ആത്മാവേ, പ്രേക്ഷിതരെ ബലപ്പെടുത്തിയ ആത്മാവേ, പ്രേക്ഷിതരെ ബലപ്പെടുത്തിയ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, സമാധാനത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ, സമ്പൽ സമൃദ്ധിയുടെ, ഉയർച്ചയുടെ, ഉയർച്ചയുടെ, പുതിയൊരു അഭിഷേകവും, പുതിയൊരു അഭിഷേകവും, പുതിയൊരു ഉണർവും പുതിയൊരു ഉണർവും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആദിമ ക്രൈസ്തവ സഭയുടെ ആത്മാവേ, ആദിമ ക്രൈസ്തവ സഭയുടെ ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ, ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ, അത്ഭുതങ്ങള്, അത്ഭുതങ്ങള്, അടയാളങ്ങള്, അടയാളങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, രോഗശാന്തി, രോഗശാന്തി, ഡെലിവറൻസ്, ഡെലിവറൻസ്, യേശുനാമത്തില്, യേശുനാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ഞങ്ങളുടെ ശക്തിയാൽ ഭവനങ്ങളില് ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് യേശുവിന്റെ മുൻപില് ആശീർവാദത്തിനായിട്ട് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമ്മൾ ലത്തീൻ ആരാധന ക്രമത്തിലെ കുർബാനയുടെ ആശീർവാദ ഗാനം നമുക്കിപ്പോൾ ആലപിക്കാം. ഭക്തിയാ വണങ്ങുക. ഭക്ത്യാ വണങ്ങുക
മുഖ സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയെ നവ്യനിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം പാറി നിൽക്കൂ ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിലും തന്നെ ഗജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും അവ്യീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാസഹനത്തിന്റെ സ്മാരകമായി വിസ്മയാവകമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും.